നമ്മുടെ ചരിത്രമാണ് ഈ ജാതികളെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. മതങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മതങ്ങൾ എന്തുകൊണ്ടാണ് മിശ്ര വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത്? ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നമ്മളായിട്ട് സൃഷ്ടിച്ചെടുത്ത വ്യത്യാസങ്ങളാണ്. ഞാനൊരു നിരീശ്വരവാദിയാണ്. പക്ഷേ ഇപ്പൊ മയിൽപീലിയുടെ ഒരു സോങ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിൽ ഒന്നായിട്ട് മാറും. നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് എന്തുകൊണ്ടായിരിക്കും. ഇതേ കാര്യം എനിക്കും ബാധകമാണ്. ഞാൻ എത്രയോ വർഷമായിട്ട് ഈശ്വരനിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളാണ്. ഈശ്വര വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് പല ഭക്തിഗാനങ്ങളും ഇഷ്ടമാണ്. പണിവാക ചാർത്തും ഞാൻ ഉണർന്നു കണ്ണ എന്ന പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് രസം തോന്നും. അതുപോലെ ഉദിച്ചുയർന്നു മാമല മേലെ. സംഗീതമില്ലാത്ത ഒരു സംസ്കാരം, ഒരു സമൂഹം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യർ എവിടെയൊക്കെ കൂട്ടമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലൊരു സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് പാടിയ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് അവാർഡ് കൊടുത്തിട്ട് മോനെ ദൈവദത്തമായ കഴിവാണെന്ന് പറയുന്നത് അവനെ ഇൻസൾട്ട് ചെയ്യുന്നവരാണ്. അവൻ എന്തോരം പഠിച്ചിട്ടായിരിക്കും പാട്ട് പാടുന്നത്. നമ്മൾ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ഒരു ശബ്ദമാണ് ശരിക്കും മ്യൂസിക് എന്ന് പറയുന്നത്. ഒരു തരം ശബ്ദമാണ്. പക്ഷെ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ വൈകാരികതകളും ഉണ്ടാകുന്നു. നമുക്കതിൽ പ്ലഷറബിൾ ആയിട്ട് തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് ഈ ശബ്ദത്തിന് അത് കഴിയുന്നത്? ഇങ്ങനെയൊക്കെ അന്വേഷിച്ച കൂട്ടത്തിലാണ് ഞാൻ മ്യൂസിക്കിന്റെ സയൻസിലേക്ക് എത്തിപ്പെടുന്നത്. മനുഷ്യൻ ആഫ്രിക്കയിൽ ഉണ്ടാകുമ്പോൾ അതിന് ആഫ്രിക്ക എന്നാരും വിളിച്ചിട്ടില്ല. മധ്യ പൂർവ്വ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഭാഗത്താണ് മനുഷ്യന്റെ വംശം ആദ്യമായിട്ട് ഉണ്ടായതായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഇരുകാലിൽ നടന്ന ഒരു ജീവിയുടെ ഫുട് പ്രിന്റ്സിന്റെ തെളിവ് കിടക്കുന്നത് ടാൻസാനിയയിലാണ്. ഒരു വിദ്യാർത്ഥിയെ പോലെ അവിടെ ചെല്ലാൻ കഴിയുക, അവിടെ നിൽക്കുക, അവരുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് അവർക്ക് തന്നെ തോന്നിക്കാന്നൊക്കെ പറയും. കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എന്നെ കൂടെ ചേർത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വൈശാഖൻ തമ്പിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് വൈശാഖൻ. നമസ്കാരം. വൈശാഖ, എന്നെ എതിരേറ്റത് ഈ ഫിസിക്സ് പുസ്തകവും ഒപ്പം അകത്ത് പാട്ട് ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ അരികിൽ വന്നു. ഈ ഫിസിക്സും പാട്ടുമായിട്ടുള്ള മിക്സിംഗ് ആണോ വൈകിട്ടത്തെ പരിപാടികൾ? അല്ല, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇത് ചിലപ്പോൾ മിക്സ് ആവും, ചിലപ്പോൾ വേറെ വേറെ നമ്മൾ കൊണ്ടുപോകും. ഇത് മിക്സ് ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട്? പിന്നെന്താ. ഇപ്പൊ വൈശാഖൻ യൂട്യൂബിനകത്ത് സംഗീതത്തിന്റെ ശാസ്ത്രമൊക്കെ പറയുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അതെന്താണ് ശരിക്കും? ഞാൻ ആ പരിപാടി നന്നായിട്ട് കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ ശാസ്ത്ര പ്രചാരകനായിട്ടാണല്ലോ പൊതുവിൽ എൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ശാസ്ത്രം പ്രചരിപ്പിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ എന്താണ് ഈ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടെ ചേർത്താണെന്ന് തോന്നുന്നു ഇതിന് ഉത്തരം പറയേണ്ടത്. അതായത് സയൻസ് നമ്മൾ സ്കൂളിൽ ഡ്രൈ ആയിട്ട് പഠിക്കുന്ന ഒരു വിഷയമായിട്ടാണ് പൊതുവിലുള്ളൊരു പെർസെപ്ഷൻ. സംഗീതം എന്നൊക്കെ പറയുന്നത് കലയാണ്. ഈ ബുക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടൽ വന്നതുപോലെ. അതിൽ ശ്വാസം മുട്ടലൊന്നുമില്ല, അത് പറയുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് അധികം ഒരുമിച്ച് പറയുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ വിരസമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമാണ് സയൻസ് എന്നും പ്രത്യേകിച്ച് ഫിസിക്സ് പോലുള്ള വിഷയങ്ങളെന്നും. കല എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ള ഒന്നാണെന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ ഞാൻ സയൻസിനെ മനസ്സിലാക്കുന്നത് ലോകത്തെ മനസ്സിലാക്കാനുള്ള, മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയതിൽ ലോകത്തെ മനസ്സിലാക്കാൻ ഏറ്റവും വിശ്വസനീയമായ ഒരു മാർഗം, ഒരു മെത്തഡോളജി ആയിട്ടാണ് സയൻസിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ അംശങ്ങളും സയൻസിലൂടെയും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് ഞാൻ ആസ്വദിക്കുന്നതും മറ്റുള്ളവർ ആസ്വദിക്കുന്നതായിട്ട് ഞാൻ കാണുന്നതും എന്നുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സും, നമ്മുടെ കൗതുകങ്ങളും വികാരങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളുടെയും പിന്നിലൊരു സയൻസ് ഉണ്ട്. അത് സയൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മ്യൂസിക്കിനെയും നോക്കിക്കാണുന്ന ആളാണ്. ഞാൻ മ്യൂസിക് പഠിച്ചിട്ട് പാട്ട് പാടും കേട്ടോ. ഇപ്പോൾ വെയിറ്റ്, ഇന്ന് ഈ മനുഷ്യന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡും കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടേ പോവുള്ളൂ. ഇതിനു മുമ്പ് നിങ്ങൾ ഹാർഷ് ആയിട്ടുള്ള സൈഡാണോ എക്സ്പ്ലോർ? നിങ്ങൾ മറ്റേ തമോഗർത്തത്തിൽ പോവുക, ടൈം ട്രാവൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് വൈശാഖന്റെ സിമ്പിൾ പരിപാടികൾ. അതെ, അങ്ങനെ. അപ്പൊ ഇന്ന് പാട്ടും കൂടെ പാടുമായിരിക്കും അല്ലേ? വേണ്ടി വന്നാൽ അതും ചെയ്യുന്ന ഒരാളാണ്. ഓ, അതാണ്, ആ കോൺഫിഡൻസ് ആണ് വേണ്ടത്. പക്ഷെ ഈ ചുള്ളനായിട്ടുള്ള ഒരു അധ്യാപകൻ ഇപ്പൊ കോളേജിലെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ വലിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഒരു കുഞ്ഞു മനുഷ്യനായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ പ്രായമൊക്കെ ഉണ്ടാവുമായിരിക്കും. എനിക്കൊരു 10-27 വയസ്സേ തോന്നിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേർ ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷെ അതിൽ കൂടുതൽ ഈ പറയുന്ന ഒരു റീച്ചിന് കുറച്ചുകൂടെ യങ്ങായിട്ടിരിക്കുന്ന ഭയങ്കര സുഖമുള്ള പരിപാടിയല്ലേ? യങ്ങായിട്ടിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അപ്പിയറൻസോ കൊണ്ടോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പൊതുവിൽ അങ്ങനെ ഒരു സാറാവാൻ ശ്രമിക്കാത്ത ആളാണ്. ഈ ഒരു ബലം പിടുത്തം ഇല്ല, അതെൻ്റെ അപ്പിയറൻസുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് അറിയണം. അപ്പിയറൻസ് എനിക്ക് പല സമയങ്ങളിലും ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ഈ ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ എന്നെ ക്ഷണിച്ച ആളിന് അറിയാമായിരിക്കും, പക്ഷെ അവിടുത്തെ മറ്റുള്ളവർക്ക് എന്നെ ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പം അവരിൽ പലരും എന്നെ നിർത്തിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, ഗസ്റ്റ് വരാൻ വെച്ചിട്ട് എവിടെ കുറേ നേരം ആയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എൻ്റെ കോളേജിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് എന്നെ തടയും. ഞാൻ ഹെൽമെറ്റ് വെച്ച് 2 വീലറിൽ പോകുമ്പോൾ കുറേ നാളെടുത്തു അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ. കാരണം ഇത് വിദ്യാർത്ഥികൾക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം താഴെ തന്നെ ആയതുകൊണ്ട്
വണ്ടിയും കൊണ്ട് മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പം ഞാൻ ഈ 2 വീലറും കൊണ്ട് നേരെ കയറുമ്പോൾ പലപ്പോഴും തടയാറുണ്ട്. അത് ഈ ശരീര വലിപ്പം കുറവായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു സൈഡിൽ കൂടെ ഞാനത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ സുഖമുള്ള ഒരുപാടിയല്ലേ, ഒരു വിദ്യാർത്ഥിയെ ചെല്ലാൻ കഴിയുക, അവിടെ നിൽക്കുക, അവരുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് അവർക്ക് തന്നെ തോന്നി. കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എന്നെ കൂടെ ചേർത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ പിള്ളേരൊക്കെ വന്ന് തോളി കൈ തിന്നുന്ന രീതിയിലുള്ളൊരു സൗഹൃദവും അങ്ങനെ ഉണ്ടോ? അതിനുള്ളൊരു ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാനങ്ങനെ മസിൽ പിടുത്തം എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമല്ല. എന്നാൽ ഞാൻ ആ സമയത്ത് എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്വഭാവം, ഞാനൊരു അന്തർമുഖനാണ്, ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ആ സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഫീൽ ചെയ്യണം എന്നുമില്ല. ഞാൻ പൊതുവിൽ ഇങ്ങനെ കോൺവെർസേഷൻസ്, 1-to-1 കോൺവെർസേഷൻസ് അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ മടിയുള്ള ആളാണ്. എൻ്റെ സംസാരിക്കാൻ പറയുന്നത് വരെ ഞാൻ സംസാരിക്കില്ല. ചിലപ്പോൾ സംസാരിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ ആ ഒഴുക്കിലങ്ങ് പൊക്കോളും. ഇനി നോർമലി തന്നെ ഈ ഒഴുക്കിൽ വരുന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വന്ന് കമ്പനി അടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ചും എങ്ങനെ മാനേജ് ചെയ്യും? അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നമ്മുടെ പൊസിഷനിൽ അതങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ്. അത് ഗ്യാപ്പ് എന്ന് വിളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഒരു മാർജിൻ ബ്രേക്ക് ചെയ്യപ്പെടുന്നതായിട്ടോ അങ്ങനെ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യപ്പെടുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സാധാരണ ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഡൈനാമിക്സ് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബാക്കി തമാശയോ ഒക്കെ ഉണ്ടാകുന്നത്. അതിലൊരു ബുദ്ധിമുട്ട്, അതായത് മനഃപൂർവ്വമായിട്ടൊരു ശ്രമം ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല. അപ്പൊ ഒന്നും എനിക്ക് അങ്ങനെ ഇടാനുള്ളൊരു സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് പറ്റും. ഇങ്ങനെ അങ്ങ് ഇരിക്കുക, അതാണ് ഭാരം കുറഞ്ഞൊരു പരിപാടി. അതാണ് ഈ വൈശാഖൻ എങ്ങാണ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശൈശവ ദശയിലാണ്. സത്യത്തിൽ അതിന് കുറച്ച് വർഷങ്ങളുടെ ഒരു ചരിത്രമേ നമുക്ക് അവകാശപ്പെടാനുള്ളൂ, ഇല്ലെങ്കിൽ നിരീക്ഷണ പരീക്ഷണങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ നിന്ന് നമ്മൾ നേടിയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത്. ഈ ശൈശവ ദശയിലായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാൻ. ഇപ്പം നമ്മൾ എ ഐയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ എ ഐ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതി കാണിക്കുന്ന ആ എ ഐ അല്ല. അത് സത്യത്തിൽ അതൊരു എ ഐ ആയി വരണമെങ്കിൽ നമ്മളിനി എത്ര കാലം മുമ്പോട്ട് പോകണം? അപ്പോൾ ശാസ്ത്രം ശരിക്കും ശൈശവ ദശയിലാണോ? അത് ശൈശവ ദിശയിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക്, അതായത് നമ്മൾ മനുഷ്യരുടെ ശൈശവം നമ്മൾ പറയുന്നത് മനുഷ്യരുടെ അഡൽട്ട്ഹുഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ സയൻസിന്റെ ഒരു മെച്ചൂർ അഡൽട്ട് സ്റ്റേജ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണോ അതിന്റെ അഡൽട്ട്ഹുഡ്, അതോ ഇത് ശൈശവമാണോ നമുക്ക് അറിയില്ല. മനുഷ്യന്റെ ഒരു ചരിത്രമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രത്തിന്റെ ഒരു ശൈശവമാണെന്ന് പറയാം. കാരണം ഒരു ജീവി എന്ന നിലയിൽ ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ ഉണ്ടായിട്ട് 2 ലക്ഷം 3 ലക്ഷം വർഷമെങ്കിലും ആയിട്ടുണ്ട്. ആ 2 ലക്ഷം 3 ലക്ഷം വർഷങ്ങളിൽ, അപ്പോൾ 3 ലക്ഷം നമ്മൾ പറഞ്ഞാൽ പോലും 2,90,000 വർഷവും നമ്മൾ മറ്റ് മൃഗങ്ങളെ പോലെയാണ് ജീവിച്ചത്. അതായത് അപ്പം കിട്ടുന്ന റിസോഴ്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തും നമുക്ക് നേരെ വരുന്ന ത്രെട്ടിൽ നിന്ന് ഓടി മാറിയും മറ്റ് മൃഗങ്ങളുമായിട്ട് കമ്പീറ്റ് ചെയ്തും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിച്ചത്. അതായത് കാട്ടിലെ ജീവികളെ പോലെ. നമ്മളിപ്പോൾ സിംഹവും കടുവയും കുരങ്ങും മാനും എന്നൊക്കെ പറയുന്നത് പോലെ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യരും കൂടെ, അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്. നമ്മൾ ഈ കൃഷി കണ്ടുപിടിക്കുന്നതോടെയാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അതൊരു ഇന്ന് നമ്മൾ കരുതുന്ന എയർലിസ്റ്റ് എവിഡൻസ് 12,000 വർഷമാണ്. ഈ പറഞ്ഞ 3 ലക്ഷം വർഷത്തിൽ, ഈ അവസാനത്തെ 12,000 വർഷത്തിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പഠിക്കുന്നത്. ഇന്നും കൃഷി ചെയ്യാൻ പഠിച്ചിട്ടില്ലാത്ത മനുഷ്യരുണ്ട്. ഇപ്പം നമ്മുടെ ആമസോണിൻ്റെയൊക്കെ ഉൾഭാഗങ്ങളിലുള്ള ഗോത്രങ്ങൾ അവരിപ്പോഴും കൃഷി ചെയ്യാറില്ല. അവരിപ്പോഴും പഴയ ഹണ്ടർ ഗ്യാദറർ ജീവിതശൈലിയിൽ പിന്തുടരുന്നവരാണ്. അപ്പോൾ ഈ കൃഷി നമ്മുടെ മനുഷ്യരാശിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് സെറ്റിൽ ചെയ്യാണ്, ഒരിടത്ത് താമസിക്കുന്നത്. നമ്മുടെ ഒരു അസറ്റായിട്ട് നമ്മൾ കൃഷിഭൂമി മാറ്റി വെക്കുന്നു. അപ്പോഴാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ വരുന്നത്. ഇത്ര എൻ്റെതാണ്, ഇത്രയാണ്. അതൊരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പിന്നെ നമുക്ക് അവിടെ തന്നെ താമസിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുഹയിൽ കിടക്കുന്നതിന് പകരം നമ്മളവിടെ താമസം ഉണ്ടാക്കേണ്ടി വരും. വീട് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ടൈം ഉണ്ടാക്കി. മറ്റങ്ങനെയല്ല, നമ്മൾ വിശപ്പ് മാറി ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത നേരത്തെ വിശപ്പിനുള്ള ആഹാരം തേടിക്കൊണ്ടിരിക്കണം. ഒരിക്കലും വിശ്രമമില്ല. അപ്പോൾ ഇത് വിശ്രമം തരുന്നു, ഫ്രീ ടൈം തരുന്നു. പിന്നെ ഈ ധാന്യങ്ങളും ഒക്കെയാണ് നമ്മൾ, ധാന്യം എന്ന് വെച്ചാൽ ഈ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കൊണ്ടാണ്, കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ധാന്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. പഴങ്ങളെ കഴുകിപ്പോകും. അപ്പോൾ ഈ ധാന്യങ്ങൾ വരുമ്പം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഫുഡ് സർപ്ലസ് വരും. അതായത് അടുത്ത ഫുഡിന് വേണ്ടി അന്വേഷിക്കണം, നമ്മൾ സ്റ്റോർ ചെയ്യണം, ഉണ്ടാക്കി വെക്കുന്നു. അതിൽ നിന്നൊരു ഭാഗം എടുത്ത് നമ്മൾ പിന്നെ തന്നെ സെലക്റ്റീവ് ബ്രീഡിങ് വഴി കൂടുതൽ മുഴുത്ത വിത്തുള്ള ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുന്നു. അപ്പോൾ ഈ ഫ്രീ ടൈം പിന്നെ മറ്റ് പല നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അന്വേഷിക്കാം. എല്ലാവരും കൃഷി ചെയ്യുകയോ വേട്ടയാടുകയോ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ കൃഷി ചെയ്യാത്ത ആൾക്കാർ വീട് വെക്കുന്നതിൽ കുറച്ച് പേര് എക്സ്പെർട്ടീസ് നോക്കുന്നു, കുറച്ച് പേര് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു, കുറച്ച് ആൾക്കാർ ഇതിനൊക്കെ പുറമെ മറ്റുള്ളവരെ കഥ പറഞ്ഞ് ആസ്വദിപ്പിക്കുന്നതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു, ചിലർ പാട്ട് പാടുന്നതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു. ശാസ്ത്രം ഇങ്ങനെ ഉണ്ടാകുന്നേ ഉള്ളൂ. ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതൊക്കെ പിന്നെ സാധ്യമായത്, പ്രചരിപ്പിക്കാൻ മാത്രം ശാസ്ത്രം വളർന്നില്ല. അപ്പോൾ ഈ ഒരു മനുഷ്യരുടെ കൾച്ചർ, നാണയം ഉണ്ടാകുന്നു.
അക്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ എഴുതാൻ പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ നമ്മുടെ ഇന്നത്തെ മോഡേൺ ലൈഫിലെ പലതും കൃഷിയില്ലെങ്കിൽ അസാധ്യമാണ്. അപ്പം ഈ കൃഷിയിലൂടെയാണ് നമ്മൾ ഉണ്ടാകുന്നത്. എന്നിട്ട് കൃഷി കണ്ടെത്തി പിന്നെയും ഒരു എത്രയോ വർഷം 12,000 വർഷം മുമ്പ് കൃഷി നമ്മൾ കണ്ടത്. പിന്നെ അതിനകത്ത് നാഗരികതകളും ഒക്കെ ഉണ്ടായി വരുമ്പോൾ മനുഷ്യൻ പ്രകൃതിയെ അതിന് മുമ്പും അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ടൂൾസ് ഉണ്ടാക്കാൻ പഠിച്ചു, പാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു, വീല് കണ്ടെത്തുന്നു. വീലിൽ തന്നെ ആരക്കാലുകളുള്ള സ്പോക്ഡ് വീൽ എന്ന് പറയുന്ന അതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനെ മാറ്റി മറിച്ചത്. നമ്മൾ ആണി കണ്ടുപിടിക്കുന്നു, കോമ്പസ് കണ്ടുപിടിക്കുന്നു. ഒരു കഷ്ടിച്ചൊരു 400 വർഷം മുമ്പാണ് സയൻസിനെ ഒരു മെത്തഡോളജി ആയിട്ട്, ഒരു ഫോർമലൈസ്ഡ് മെത്തഡോളജി ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ആ ഒരു ചിട്ടയായ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ലോകത്തെക്കുറിച്ചുള്ള നമ്മൾ അറിവിങ്ങനെ പെട്ടെന്നങ്ങ് വളരാൻ തുടങ്ങി. അതുവരെയുള്ള അറിവ് ഒരു വിപ്ലവകരമായ മാറ്റം. അതാണ് ഈ ഒരു 400 വർഷം എന്ന് പറയുമ്പോൾ. ഒരു AD 1100 നിന്ന് ഒരാൾ ഒരു ടൈം മെഷീനിൽ കയറി 1300 വന്നാൽ അയാൾ 200 വർഷം ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ സാഹചര്യങ്ങൾ മാറിയാലും അയാൾക്ക് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ 1700 നിന്നും ഒരു ടൈം മെഷീനിൽ കയറി 2000 വരുന്ന ഒരാൾ അയാൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. കാണുന്നതൊന്നും കണ്ടില്ല. മനുഷ്യർക്ക് രൂപമുണ്ട്, പക്ഷെ അവരുടെ അപ്പിയറൻസ് മാറി, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാറി, എല്ലാം മാറി. അപ്പോൾ അത് ഈ ഒരു കഴിഞ്ഞ ഒരു 400 വർഷത്തെ വളർച്ച നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാവുന്ന എന്തെടുത്തോളൂ, വൈദ്യുതി എടുത്തോളൂ, വാഹനങ്ങൾ എടുത്തോളൂ, അതെല്ലാം ഈ കഴിഞ്ഞ ഒരു 400 വർഷത്തെ ഇടവേളയിലുണ്ടാകും. അത് വലിയൊരു മാറ്റമാണ്. അതാണ് സയൻസ് നമുക്ക് ഉണ്ടാക്കിയ മാറ്റം. അപ്പോൾ അതിപ്പോഴും നമുക്ക് ശരിക്കും ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ചോദ്യങ്ങളൊക്കെ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതിന് ആ സമയത്തെ ഒരു സെക്കൻഡിൻ്റെ ഒരു കോടിയിൽ അംശം എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അറിയാത്തതൊരു ശൈശവമായിട്ട് കൂട്ടണോ അതോ അത് ഓൾറെഡി മെച്ചുവർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാറ്റമാണ്, വലിയ മാറ്റമാണ്. എയെ കുറിച്ച് ചോദിച്ചത് അടുത്ത് പറയാം. അതിനു മുമ്പ് ഈ സംഗീതത്തിന്റെ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ ഒരു ഭാഗത്ത് നമ്മൾ ചാടി ഇങ്ങോട്ടേക്ക് പോയത്. പാട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ട് തന്നെ ഈ പിറ്റേന്ന് ക്ലാസ് എടുക്കാനുള്ള ഫിസിക്സും പാട്ട് പലപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, പണ്ട് മുതലെയാണ്. ഇപ്പം സാധാരണ ഒബ്സർവേഷൻ അല്ല വൈശാഖനുള്ളത്, എല്ലാ കാര്യങ്ങളെയും ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനും ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും വൈശാഖനൊരു മനസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പാട്ടുകളും അങ്ങനെ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അതേ വെറുതെ കേട്ടുവിടുമോ? ഞാൻ വെറുതെ കേട്ടുവിടുന്ന ആളല്ല. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഈ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട് സംഗീത അഭ്യാസം എന്നതിനപ്പുറത്തേക്ക് ഞാൻ പാട്ടിനെ കുറെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ഗിത്താർ അത് വായിക്കും, ഗിത്താറൊക്കെ എടുത്ത് തട്ടിയൊക്കെ നോക്കും. പ്രാക്ടീസ് മേക്സ് ആണല്ലോ. അപ്പൊ അതിന് മാത്രമുള്ള പ്രാക്ടീസ് ഉണ്ടാകാറില്ല. എല്ലാം ഒന്ന് കൈവച്ച് നോക്കിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാം, ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരാൾ സയൻസിലൂടെ ലോകത്തെ മനസ്സിലാക്കുക, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ഒരാൾ ഒരുപാട് കാര്യങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് എടുക്കുക. ഇതിന് എന്താ അങ്ങനെ ചോദിക്കുക. പക്ഷെ ഞാൻ പൊതുവിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. എനിക്ക് എല്ലാ കാര്യത്തിനും ഇതെന്തുകൊണ്ടാണെന്ന് അറിയണം. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സംഗതി ഇങ്ങനെ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് അങ്ങനെ പറ്റുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഭയങ്കര ഇതാണ്. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള വാക്ക് തന്നെ ആയിരിക്കും അതിന് പറ്റിയത്. ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കണ്ണുകളാണ് ഈ പൊസിഷനിൽ ഈ സാധനം ഇരിക്കുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എൻ്റെ ബ്രെയിനിന് ഇതിനെ മാപ്പ് ചെയ്യാൻ പറ്റണം, ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന്. അവിടേക്ക് കൃത്യമായി എൻ്റെ കയ്യിൽ ഒരുപാട് മസിലുകളുണ്ട്. ഈ ഓരോ മസിലായിട്ട് ചലിപ്പിച്ചിട്ടാണ് ഇതിനെ കൊണ്ട് എടുപ്പിക്കുന്നത്. ഇതൊരു റോബോട്ടിക്സിലേക്ക് ഇറങ്ങാൻ നമുക്ക് മനസ്സിലാവും ഇത് എത്ര വലിയ ടാസ്ക്കാണ്. ഇത് നമ്മുടെ ബ്രെയിൻ പുല്ലുപോലെ ചെയ്യുന്നത് എങ്ങനെ? ഇങ്ങനെ ഈ ലെവലിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ഒരു ശബ്ദമാണ് ശരിക്കും മ്യൂസിക് എന്ന് പറയുന്നത്. ഒരു തരം ശബ്ദമാണ്. പക്ഷെ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ വൈകാരികതകൾ ഉണ്ടാകുന്നു. നമുക്കതിൽ പ്ലഷറബിൾ ആയിട്ട് തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് ഈ ശബ്ദത്തിന് അത് കഴിയുന്നത്? അല്ലെങ്കിൽ നമുക്ക് പ്ലഷറബിളാണെന്ന് തോന്നുന്ന ശബ്ദങ്ങളുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ അന്വേഷിച്ച കൂട്ടത്തിലാണ് ഞാൻ മ്യൂസിക്കിന്റെ സയൻസിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അതിന് ശബ്ദത്തിന്റെ സയൻസ് അറിയണം, എല്ലാ ശബ്ദവും മ്യൂസിക് ആകാത്തത് എന്തുകൊണ്ടെന്ന് അറിയണം, മ്യൂസിക്കിനെ മ്യൂസിക് ആക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് ഗുഡായിട്ട് പ്ലഷറബിളായിട്ട് തോന്നുന്നത്. ഇങ്ങനെ ചോദിച്ചാൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ, ചിന്തിച്ചാൽ അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ചില രാഗങ്ങളൊക്കെ സത്യത്തിൽ അതിനൊരു പ്രണയഭാവമായിരിക്കില്ല ഉണ്ടാവുക. ഇപ്പോൾ ശുഭബന്ധു ഒരാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് പ്രണയഭാവം ഇല്ലെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു ശോകഭാവമോ ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന ഹോണ്ട് ചെയ്യുന്ന ഒരു ടോണൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ പ്രണയഗാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിജയിക്കും. അപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാനും പറ്റും, എന്നാൽ നമ്മളെ പ്രണയത്തിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല അവസ്ഥകളുണ്ട്. ഇപ്പോൾ തലച്ചോറാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ്
ഇത് ചിട്ടപ്പെടുത്തിയ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പലയിടത്തായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നത്. പക്ഷേ ഈ പ്രയോഗത്തിൽ പുതിയ പുതിയ സാധ്യതകൾ ആൾക്കാർ തേടുമ്പോഴും നമ്മളിത് മ്യൂസിക്കായിട്ട് തന്നെ, ഇപ്പോൾ ട്രാൻസ് മ്യൂസിക് വേറൊരു തലമാണ്, അത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് പോലെ അല്ല അത് ഉണ്ടാക്കുന്ന ഒരു തലം എന്ന് പറയുന്നത്. ഇപ്പോൾ റാപ്പേഴ്സ് ഉപയോഗിക്കുന്നത് അത് ഹിപ്പ് ഹോപ്പ് തന്നെ, അത് വേറൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വന്നെങ്കിലും അത് ഉപയോഗിക്കപ്പെടുന്ന തലം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട് സത്യത്തിൽ. അതുമായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അത് അതിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. ഒരുപാട് കൾച്ചറൽ കണ്ടീഷനിങ്ങിന്റെ ഒരു റോൾ ഉണ്ട്. അതെ. അതുമല്ല ഭക്തി, ഇപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു ഭക്തനല്ല, ഞാനൊരു നിരീശ്വരവാദിയാണ്, പക്ഷേ അതിനകത്ത് ആ പാട്ടിനെ ആസ്വദിക്കാൻ എനിക്ക് കഴിയും. ഞാൻ ആ പാട്ടിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കും. അതിൻ്റെ വരികളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതായിരിക്കും. ഇപ്പോൾ മയിൽപ്പീലിയുടെ ഒരു സോങ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിലൊന്നായിട്ട് മാറും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത് എന്തുകൊണ്ടായിരിക്കും, ഇത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്നില്ലേ? ഇത്തരത്തിലൊക്കെ ചിന്തിച്ച് എന്തായാലും ഒരുപാട് ദൂരം പോയിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷെ ഈ ചോദ്യം എന്നെ കുറെ അലട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞത് ഇതേ കാര്യം എനിക്കും ബാധകമാണ്. ഞാൻ എത്രയോ വർഷമായിട്ട് ഈശ്വരനിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളാണ്. ഈശ്വര വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് പല ഭക്തിഗാനങ്ങളും ഇഷ്ടമാണ്. പണിവാക ചാർത്ത് ഞാൻ ഉണർന്നു കണ്ണ എന്ന പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് രസം തോന്നും. അതുപോലെ ഉദിച്ചുയർന്നു മാമല മേലെ, അത് പിന്നെ ഞാൻ ലിറിക്സിനേക്കാൾ കൂടുതൽ ശരിക്കും അതിന്റെ സൗണ്ടിന്റെ മ്യൂസിക്കിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ് അതിനകത്തോടെ കൺവേ ചെയ്യുന്ന ആശയം എന്ന് ചിലപ്പോൾ ഞാൻ രണ്ടാമത് ആലോചിക്കും. ഞാൻ ശ്രദ്ധിക്കുന്നത് അതിനകത്തുള്ള ആ മ്യൂസിക്കിന്റെ പോക്ക്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഓർക്കസ്ട്രേഷൻ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചു. അസാധ്യ പാട്ടാണ്. അതെ, അല്ല ഈ പാട്ടുകളെല്ലാം. അപ്പൊ അങ്ങനെ പിന്നെ ഇതിനൊക്കെ ഇതിനൊരു നൊസ്റ്റാൾജിയുടെ എലമെന്റ് ഉണ്ട്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് വീടിനടുത്തുള്ള അമ്പലത്തിൽ നിന്ന് സ്ഥിരം ഈ പാട്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ നമുക്ക് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ ആ പഴയ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നു. നൊസ്റ്റാൾജി എന്നൊക്കെ പറഞ്ഞാൽ റിയൽ നമുക്ക് മനുഷ്യനുള്ള ഫീലിങ്സ് ആണ്, അത് പ്ലഷറബിൾ ആണ് നമുക്ക്. അപ്പോൾ അത് മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആണ്. നൊസ്റ്റാൾജി ഏറ്റവും കൂടുതൽ ഇവോക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ പാട്ടും പിന്നെ ഈ രുചിയും ഗന്ധവും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യും. അതിനകത്തൊരു ഇമോഷണൽ സൈഡ് ഉണ്ട്. ആ ഇമോഷണൽ സൈഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം അതിനകത്ത് എനിക്ക് ഇങ്ങനെ അതിനകത്ത് കൺവേ ചെയ്യുന്ന ആശയമല്ല ആ മ്യൂസിക്കാലിറ്റി. അപ്പോൾ അത് മാത്രമല്ല അത് ഭയങ്കര യൂണിവേഴ്സലാണ് മ്യൂസിക് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ നോട്ട്സ് എന്ന് പറയുന്ന സങ്കല്പം എല്ലാ മ്യൂസിക്കൽ കൾച്ചറുകൾക്കും ഉണ്ട്. സ്വരങ്ങൾ നമ്മൾ പല രീതിയിൽ വിളിക്കും, സ്വരങ്ങളുടെ പേര് വ്യത്യാസമായിരിക്കും, സ്വരങ്ങളുടെ എണ്ണത്തിൽ പോലും വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അപ്പോഴും 12 സ്വരങ്ങളാണ് നമുക്കറിയാവുന്ന ഭൂരിഭാഗം സംസ്കാരങ്ങളിലെയും സംഗീതം എന്ന് പറയുന്നത്. സംഗീതമില്ലാത്ത ഒരു സംസ്കാരം, ഒരു സമൂഹം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യർ എവിടെയൊക്കെ കൂട്ടമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലൊരു സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സംഗീതത്തിന് അത് പലപ്പോഴും അവരുടെ ആചാരമാകാം, അവരുടെ ഡയറ്റിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള എന്തെങ്കിലും സംഗീതം എന്ന രീതിയിൽ ഒരു ആചാരമായിട്ടോ, പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈലസ എന്ന് വിളിച്ച് മഞ്ചിപ്പാട്ടെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആ ആയാസത്തിനെ ഒരു താളത്തിലാക്കുക, ഒരു സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെയാണ് അതിനകത്ത് ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിക്കും. നമ്മൾ ഈ ഹൈലസ എന്ന് വിളിച്ച് തുള്ളുമ്പോൾ ഇത് ഒരുമിച്ചാണ്, അത് അതിനകത്തൊരു ഫിസിക്സ് ഉണ്ട്. ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ആ മാക്സിമം ഫോഴ്സ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ആ രീതിയിൽ മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ടാവും. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്, കരച്ചിലിൻ്റെ ഭാഗമായിട്ട്, സന്തോഷം പ്രകടിപ്പിക്കുന്നതിനായിട്ട്, പ്രണയം, ഇതിനെല്ലാം ഭാഗമായിട്ട് ഈ എന്തെങ്കിലും തരത്തിലുള്ള മ്യൂസിക്കാലിറ്റി ഉപയോഗിക്കുന്നത്. ഇത് മനുഷ്യർ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. നമ്മൾ പാടുന്ന കിളികളെ കുറിച്ച് പറയുക, ശരിക്കും കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദം അത് പലപ്പോഴും അതിൻ്റെ ഇണകളെ ആകർഷിക്കാനാണ് കിളികൾ പാടുന്നത്. കുയിലിന്റെ പാട്ട് ശരിക്കും അത് നമ്മുടെ ബിസിനസ്, നൺ ഓഫ് അവർ ബിസിനസ്. നമ്മൾ അതിന് മറുവിളി വിളിച്ചിട്ട് കുയിലിനെ കൺഫ്യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ അത് ഈ സൗണ്ടിന്റെ ഈ പ്രത്യേകതകൾ നമ്മൾ യൂണിവേഴ്സലാണ്. മനുഷ്യൻ എല്ലാം തന്നെ ഇണതേടലല്ലേ ഏതാണ്ടല്ല, അങ്ങനെ അല്ലാത്ത എൻ്റെ അറിവില്ല. കാരണം ഇതെല്ലാം അതിൻ്റെയൊക്കെ തുടർച്ചയാണ് നമ്മുടെ ലാംഗ്വേജ് എന്ന് പോലും ചില പഠനങ്ങളുണ്ട്. നമ്മുടെ ഭാഷ ഈ പാട്ടിൽ നിന്നും വരുന്നതാണ് എന്ന്. അപ്പോൾ ഈ പിന്നെ ചില അടുത്തിടെ ഞാൻ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വായിച്ചൊരു പഠനം എന്ന് പറയുന്നത്, നമ്മൾ 12 നോട്ട്സ് ആയിട്ട് വിളിക്കുന്നത് ശരിക്കും 12 തരം ഫ്രീക്വൻസികളാണ്. ഇത് നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിലുണ്ട് എന്നാണ്. നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ മ്യൂസിക് ഒരു ചിട്ടയായ മ്യൂസിക്കായിട്ട് മാറുമ്പോൾ നമ്മൾ ഈ ഫ്രീക്വൻസികൾ ഐസൊലേറ്റ് ചെയ്ത് ആ പ്യുവർ ഫ്രീക്വൻസികളെ അറേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ. ആ ശാസ്ത്രം ശരിക്കും മോഡേൺ സയൻസ് എന്ന സയൻസ് അല്ല, പക്ഷെ അതിലൊരു ചിട്ടയുണ്ട്, ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾക്ക് പിന്നിൽ പലതിനും കണക്കുമുണ്ട്, സയൻസും ഉണ്ട്. നിങ്ങൾ പിച്ച് മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസോണൻസ്, കൺസോണൻസ് എന്നൊക്കെ പറയുന്ന കുറേ ആശയങ്ങൾ മ്യൂസിക്, ചില ശബ്ദങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ ഭംഗിയുണ്ടാകും. നമ്മൾ ഈ സ്കൂളിൽ പൈതഗോറസ് തിയറം പഠിക്കുന്നുണ്ടല്ലോ, ഈ പൈതഗോറസ് ആണ് ഈ ഒക്ടേവ് എന്ന് പറയുന്ന ഐഡിയ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഒരു മെറ്റലിനെ ഇങ്ങനെ ഇടിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ആ മെറ്റലിന്റെ പകുതി വൈബ്രേറ്റ് ചെയ്യിച്ചാലും
അതുപോലൊരു ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത് നേരെ പകുതി ആകുമ്പോൾ സെയിം സ്വഭാവമുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അതിനെയാണ് ഈ ഒക്ടേവ് എന്ന്, പൈതഗോറിയൻ ഒക്ടേവ് എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ. നമ്മളിപ്പോൾ ഈ സരി ഗ മ പ ധ നി സ, ഈ ആദ്യത്തെ സായും രണ്ടാമത്തെ സായും ഉണ്ടല്ലോ, അത് ഒരു ഒക്ടേവ് എപ്പാർട്ട് എന്നാണ് വിളിക്കുക. 1 ഒക്ടേവ് എപ്പാർട്ട്. ഇത് രണ്ടും ഒരേ സ്വരങ്ങളാണ്, പക്ഷെ ഫ്രീക്വൻസി ഡബിൾ ആണ്. ഈ നീളം പകുതി ആകുമ്പോൾ ഫ്രീക്വൻസി ഡബിൾ. ഇത് പൈതഗോറസിനെ നമ്മൾ പഠിക്കുന്ന സയൻസ് ക്ലാസ്സിലാണല്ലോ. അദ്ദേഹമാണ് ഈ സംഗതി ഐഡന്റിഫൈ ചെയ്യുകയും ആ ഒക്ടേവ് എന്ന് പറഞ്ഞ സങ്കല്പിക്കുക ഫോർമുലാക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 12 നോട്ട്സ് യൂണിവേഴ്സിലാണ്. ചില കൾച്ചേഴ്സിലൊക്കെ അതിലും കൂടുതൽ നോട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു കണക്കുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എല്ലാ സ്ഥലത്തും ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ ശബ്ദത്തെ ചിട്ടപ്പെടുത്തി അതിനൊരു സോഴ്സ് ഓഫ് പ്ലഷറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളി. അത് സയന്റിഫിക് ആണ്. ഇപ്പം മനസ്സിലായില്ലേ, ഭൂതത്തെയും പ്രേതത്തെയും പിടിക്കാൻ മാത്രമല്ല സയൻസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നിയാൻഡർതാൽസിന്റെ നാശം പോലും നമ്മുടെ ഈ ഭാഷ കൊണ്ടുള്ള കോർഡിനേഷൻ ആണെന്നുള്ള രീതിയിൽ ഹരാരി സംസാരിക്കുന്നുണ്ട്. ഹരാരിയുടെ ആ വാദം ശരിക്കും ഡിബേറ്റഡ് ആണ്. അതായത് മനുഷ്യർ കാരണമാണ് നിയാൻഡർതാലുകൾ വംശനാശം വന്നു പോയത് എന്നൊന്നും നമുക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. മനുഷ്യർക്ക് കൂടുതൽ അതിജീവന സാധ്യത ഉണ്ടായിരുന്നു, നിയാൻഡർതാലുകൾക്ക് അതില്ലായിരുന്നു. മനുഷ്യരുമായിട്ടുള്ള മത്സരത്തിൽ ഒരു പക്ഷേ റിസോഴ്സ് ഷോർട്ടേജോ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് കൂടുതൽ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ സർവൈവ് ചെയ്തു. പക്ഷെ നമ്മളാണ് അവരെ, അത് ഹരാരി ശരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരാണ്. അതായത് ഹോമോസാപ്പിയൻസ് ആണ് നിയാൻഡർതാൽസിനെ ഇല്ലാതാക്കിയത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്തിരി ഒരു ഓവർ റീഡിങ് ആണ്. അങ്ങനെയില്ല, കുറെ കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു, നമ്മൾ ഇണചേർന്നിട്ടുമുണ്ട്. അപ്പോൾ മനുഷ്യരിൽ പല ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മനുഷ്യരിലെല്ലാം നിയാൻഡർതാൽ ജീനുണ്ട്. അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അതൊക്കെ ഒരു, ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഒരു സയൻസ് ഫിക്ഷൻ കഥയ്ക്കൊക്കെ വകുപ്പാണ്. നിയാൻഡർതാലുകൾ വംശനാശം വന്നു പോയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നിയാൻഡർതാലുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഒക്കെ ഉണ്ടാകുമായിരുന്നു. ചിലപ്പം ഒരു സ്പീഷീസ് വാറൊക്കെ നമ്മൾ ഇപ്പോഴും കാണുമായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ വാറുകളൊക്കെ അങ്ങനെയായിരുന്നു. അവർ 40,000 വർഷം മുമ്പ് വരെ ഉണ്ട്, അപ്പോഴാണ് അവർ പോകും. അതേപോലെ തന്നെ ഈ ഇവരുമായിട്ട് സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആഫ്രിക്കൻ ഒറിജിനാണ് ഇപ്പോൾ വിശ്വസിക്കുന്ന തിയറി. അതാണ് പ്രൂവ്ഡ് ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ജാതി വ്യത്യാസങ്ങളെ കുറിച്ച് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പഠിക്കുകയും അതിനെ പറ്റിയിട്ട് പലരും പുസ്തകം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മളൊക്കെ ആക്ച്വൽ ആഫ്രിക്കക്കാരാണ് അല്ലേ? അത് അങ്ങനെയല്ലേ? മനുഷ്യൻ ആഫ്രിക്കയിൽ ഉണ്ടാകുമ്പോൾ അതിന് ആഫ്രിക്ക എന്നാരും വിളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നീടാണ് നമ്മൾ ആഫ്രിക്ക എന്ന് തന്നെ വിളിക്കുന്നത്. ഇന്ന് ആഫ്രിക്ക എന്ന് നമ്മൾ വിളിക്കുന്നത് മധ്യ പൂർവ്വ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഭാഗത്താണ് മനുഷ്യന്റെ വംശം ആദ്യമായിട്ട് ഉണ്ടായതായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ടാൻസാനിയൊക്കെ വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഇരുകാലിൽ നടന്ന ഒരു ജീവിയുടെ ഫുട് പ്രിന്റ്സിന്റെ തെളിവ് കിടക്കുന്നത് ടാൻസാനിയയിലാണ്. ലൈറ്റൊളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആ ഫുട് പ്രിന്റ്സ് ഇങ്ങനെ പ്രിസർവ്ഡ് ആണ്. അത് പക്ഷേ മനുഷ്യൻ്റെ അല്ല, അതിന് 38 ലക്ഷം വർഷം പഴക്കമുണ്ട്. ഹോമോസാപ്പിയൻസ് ഇല്ല. അത് ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഇരുകാലി നടത്തിൽ നമ്മുടെ പൂർവികനായിരുന്ന ആളാണെന്ന് നമുക്ക് കരുതുന്നു. 2 പേര് നടന്നു പോയതായിട്ടാണ്. അതിലെ മനുഷ്യർ ഒരാളുടെ ഒരു കാല് കുറച്ചുകൂടി ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ വരുന്നെങ്കിൽ ഒരു സൈഡിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നെന്നും അതൊരു പക്ഷേ ഒക്കത്ത് വെച്ചിരുന്ന ഒരു കുഞ്ഞായിരിക്കാം എന്നൊക്കെ ഊഹിക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ അതാണ് ഈ ആർക്കിയോളജിയുടെ ഒക്കെ ഒരു ഭംഗി. ഇങ്ങനെയുള്ള പലതും നമ്മൾ ഊഹിച്ചെടുക്കും. എന്നിട്ട് അവിടെ നിന്നുള്ള യാത്ര കൂടി ഒന്ന് പറയൂ. ആ യാത്ര ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞ യാത്ര. കാരണം ഒന്ന്, നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ ഈ യാത്ര എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ ചെറുപ്പക്കാർക്കെങ്കിലും, അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ യാത്ര എന്ന് പറയുന്ന വാക്ക് ഇത്തിരി മിസ്ലീഡിങ് ആണ്. യാത്ര അല്ല അത്. അതായത് ഇവർ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണ് ഈ സ്പ്രെഡ് ചെയ്യുന്നത്. അവർ യാത്രയല്ല ചെയ്തിരിക്കുന്നത്, അവർ മൈഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ യാത്ര എന്ന് പറഞ്ഞ നമ്മൾ സ്ഥലത്ത് പോയിട്ട് വരുന്നത്. അവർ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അവർ കൃഷി ചെയ്യുന്ന ആരല്ല, ഇന്നത്തെ പോലെ സെറ്റിൽഡ് അല്ല. അപ്പോൾ അവിടെയൊക്കെ വേട്ടയാടാൻ പറ്റുന്ന ജീവികളൊക്കെ വേട്ടയാടുന്നു, കിട്ടുന്ന പഴങ്ങളൊക്കെ ഭക്ഷിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ റിസോഴ്സ് ഷോർട്ടേജ് വരും. അപ്പോൾ അവർ കൂടുതൽ റിസോഴ്സുള്ള സ്ഥലത്തേക്ക് നീങ്ങാൻ തുടങ്ങും പതിയെ. എന്നിട്ട് അവിടെ അവർക്ക് വീടില്ലല്ലോ, അവർ കുറച്ചുകൂടെ നീങ്ങി അവിടെ അങ്ങ് താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ചിലപ്പം കുറേ നാളൊക്കെ അവിടെ കഴിയുമായിരിക്കും. പിന്നെയും പതിയെ നീങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ നീങ്ങുന്ന പിന്നെ അടുത്ത തലമുറയാണ്. അപ്പം ഈ പ്രായമായവർ എന്ന് പറഞ്ഞൊരു വിഭാഗമൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാകും. നമ്മുടെ അന്നത്തേക്ക് ഒരു ആവറേജ് ലൈഫ് സ്പാൻ 30-32 വയസ്സൊക്കെയാണ്. അപ്പം വാർദ്ധക്യമൊന്നുമില്ല. അതിന് മുമ്പേ എന്തെങ്കിലും, അതായത് ഒരു മുള്ളു കൊണ്ടാൽ മതി ഇൻഫെക്ഷൻ അടിച്ച് മരിച്ചു പോകും. ഇന്നത്തെ പോലെ ലക്ഷറി ഒന്നുമില്ല. അതായത് മുള്ളു കൊണ്ടാൽ നമുക്ക് സാധാരണ എല്ലാ ജീവികളും ഈ ഭൂമിയിൽ ജീവിച്ച് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ബാക്ടീരിയകളും അമീബകളും ഒക്കെ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിലൂടെ ഇവയ്ക്കൊന്നും കയറാൻ പറ്റില്ല. പക്ഷെ ഒരു മുറിവ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, കട്ട് റീജിയൻ. അപ്പോൾ അതാണ് ഇൻഫെക്ഷൻ അടിക്കുന്നത്, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. അപ്പോൾ ആയുസ് വളരെ കുറവാണ്. അപ്പോൾ ഇവർ അടുത്ത തലമുറ പതുക്കെ നീങ്ങും,
നീങ്ങി ഇവരറിയുന്നില്ല ഇവർ യാത്ര ചെയ്യാണ്. പക്ഷെ അപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഇവരൊരു തീരം പിടിച്ചാ പോകുന്നത്. വെള്ളം വേണം എപ്പോഴും, വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു കടലിടുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ. അപ്പോൾ അത് ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നു. അത് 3 തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക ഈവൻറ്റ് അതിൽ ഉണ്ടായവരല്ല, നമ്മൾ ആദ്യത്തേലൊന്നും നമ്മളില്ല, അവർ സർവേ പോയിട്ടുണ്ട്. അത് ആദ്യം വരുന്ന ഹോമോസാപ്പിയൻസും അല്ല, മറ്റേ ഹോമോ ഇറക്ടസ് ആണ്. ഇതിങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു 70,000 വർഷം മുമ്പ് ഒരു 100 പേരടങ്ങുന്ന ഒരു സംഘം, അത്രേ ഉള്ളൂ. അവർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു ഗ്രൂപ്പുണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് വന്നവരുടെ ഇവോൾവ് ചെയ്താണ് ഈ നിയാൻഡർതാൽസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ ഹോമോ ഇറക്ടസ് സഞ്ചരിച്ച് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് ആദ്യം വന്നവർ ഇവിടെ എത്തി, പക്ഷെ അവർക്ക് ഇവോൾവ് ആയി ഹോമോസാപ്പിയൻസ് ഒന്നും ആവാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ ഇത് പിന്നെ ഹോമോസാപ്പിയൻസ് ആയി പതുക്കെ നീങ്ങി അവരൊരു 70,000 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ, അതാണ് ഈ ഏറ്റവും റീസെന്റ് ഔട്ട് ഓഫ് ആഫ്രിക്ക ഈവന്റ് എന്ന് വിളിക്കുന്നത്. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. കാരണം ഇവർ കുറച്ചുകൂടെയൊക്കെ സക്സസ് ചെയ്ത് ഇന്ത്യയിൽ വന്നു, ക്രോസ് ചെയ്ത് ഓസ്ട്രേലിയയിൽ പോയി. വളരെ പെട്ടെന്ന് അവർ അവിടെ എത്തി ഓസ്ട്രേലിയയിൽ. അപ്പം കാലാവസ്ഥ മാറ്റം അതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചു. അതായത് ആ സമയത്ത് ഇന്ന് നമ്മൾ കടലിൽ നിന്ന് വിളിക്കുന്ന പല ഭാഗങ്ങളും ഇത്രയും ആഴമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്നിട്ടും ശരിക്കും ഇത്രയും വർഷം മുമ്പ് മനുഷ്യർ ഓസ്ട്രേലിയയിൽ എത്തുക എന്ന് പറയുന്നത് നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ 1969 മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയതിനേക്കാളും വലിയ സംഭവമാണ്. കാരണം അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അന്ന് അവരുടെ ഒന്നുമില്ല, അത് വെച്ചിട്ട് ഈ കടൽ ക്രോസ് ചെയ്ത് അവിടെ എത്തി. എനിക്ക് ഇതാണ് കേട്ടോ മനുഷ്യരുടെ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളത്, നമ്മൾ എവിടെയും സർവൈവ് ചെയ്യും. നമ്മൾ അമ്മാതിരി കളികൾ കളിച്ചാണ് ഇത് ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അത് ചാടുന്നു. പിന്നെ കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് ഏഷ്യയിൽ നിന്നാണ് അവർ അമേരിക്കയിലോട്ട് പോകുന്നത്. ബെറിങ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത് അവിടെ ആ സമയത്ത് ഇത്രയും ആഴമില്ല. അവരത് ക്രോസ് ചെയ്ത് കടൽ ക്രോസ് ചെയ്ത് ഒരു അപ്പുറത്തേക്ക് പോകുന്നു. അവരാണ് പിന്നെ ഈ അമേരിക്കയെ പോപ്പുലേറ്റ് ചെയ്യുന്നത്. ഏത് നമ്മളിന്ന് നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, ഇപ്പോഴത്തെ അമേരിക്കക്കാർ പിന്നെ ബ്രിട്ടനിൽ നിന്ന് അടുത്തിറക്കി പോയ ആൾക്കാർ. അങ്ങനെ ഈ ഒരു പോപ്പുലേറ്റിംഗ് എർത്ത് എന്ന് വിളിക്കുന്ന അത് പല ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഈ നമ്മൾ പറഞ്ഞ മനുഷ്യന്റെ ഈ 70,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് ബാക്കി ഈ വെളിയിൽ കാണുന്ന ബാക്കി മുഴുവൻ മനുഷ്യരും. ഇതിൽ അമേരിക്കക്കാരൻ, ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ കരി, ഈ എല്ലാവരും ഇന്ത്യക്കാര്, ഏഷ്യക്കാരെന്നൊക്കെ വിളിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മാത്രമില്ല, അന്റാർട്ടിക്കക്കാരാണ്. അവിടെ നമുക്ക് എത്താൻ പറ്റില്ല. അത് 1800-കളിലാണ് ഒരാൾ ആദ്യമായിട്ട് അവിടെ എത്തിപ്പെടുന്നത്. കാരണം അവിടെ ഇപ്പോഴും അന്റാർട്ടിക്കയിൽ കുറച്ച് പെൻഗ്വിൻസും അങ്ങനെ 1-2 ജീവികളേ ഉള്ളൂ. കാരണം അത് ഭൂമിയിലൊരു നരകം ഉണ്ടെങ്കിൽ അത് അന്റാർട്ടിക്കയാണ്, അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ കോണ്ടിനെന്റിലേക്കും നമ്മൾ വളരെ നേരത്തെ ഒരു 10-40,000 വർഷത്തിനിടെ നമ്മൾ മുഴുവൻ കവർ ചെയ്തു. നമ്മളങ്ങ് വടക്കേ ദൂരത്തിലോട്ട് പോയി. കാനഡയുടെ ഒക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളിന്ന് പൊതുവിൽ എസ്കിമോസ് നമ്മൾ പഠിച്ചിട്ടുള്ള അവരെ എസ്കിമോസ് എന്ന് വിളിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഈ എസ്കിമോസ് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അതിൽ ഇനിയൂറ്റ് എന്നൊക്കെ പറഞ്ഞ ട്രൈബുകളൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഇതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനിലാണ് ജീവിക്കുന്നത്. അവിടെ ഒരു ചെടി വളരില്ല. അപ്പം മനുഷ്യൻ അത്രയും വലിയ സംഭവ ബഹുലമായിട്ടുള്ള യാത്രകൾ നടത്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ യാത്രക്കിടയിലാണ് നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം. ഈജിപ്തിലെ പിരമിഡ് ആഫ്രിക്കയിലായിരിക്കുന്നത്. അത് പക്ഷേ ആഫ്രിക്കയിൽ നിന്നും പുറത്ത് കടന്നവർ തിരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, അവിടുന്ന് ഉണ്ടാക്കിയിട്ട് വരുന്നതല്ല. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മനുഷ്യന്റെ പുറത്തേക്കുള്ള വരവിനെ നമ്മളൊരു കഥയായിട്ട് പറഞ്ഞാൽ അത് ഹൈലി നോൺ ലീനിയർ ആണ്. ഒറ്റ ഇങ്ങനെ ഒരു കഥ പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ജാതി വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പഠനം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ നമ്മൾ പരസ്പരം എങ്ങനെയാണ് ഇഴകലർന്നത്, അത് സെക്സ് ചെയ്താലേ നമുക്ക് ജീനിൽ ഇത് കാണിക്കുകയുള്ളൂ. അപ്പം നമ്മൾ സെക്സ് ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ പുലയന്മാരുമായിട്ട് ഇവരെല്ലാവരും ജാതി വ്യത്യാസം ഇല്ലാതെ സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യർ അവരായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ ഈ കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ജാതി വ്യത്യാസമൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ ജാതി വ്യത്യാസത്തെ എങ്ങനെയാണ് ശാസ്ത്രീയമായി നോക്കിക്കാണുക? മനുഷ്യർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതെപ്പോഴും ഈ ബ്രീഡിങ് വഴിയാണ് ഈ വ്യത്യാസങ്ങൾ സ്പ്രെഡ് ആകുന്നോ അതോ മിക്സ് ആകുന്നോ എന്ന് തീരുമാനിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ കാണുമ്പോൾ ഈസ്റ്റ് ഏഷ്യക്കാരും അമേരിക്കൻസും നേറ്റീവ് അമേരിക്കൻസും യൂറോപ്യൻസും ഒക്കെ കാണാൻ വ്യത്യസ്തരാണല്ലോ. നമ്മൾ മംഗ്ലോയിഡ് എന്നും കോക്കസോയിഡ്സ് എന്നൊക്കെ വിളിക്കുന്ന പലതരം ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ജെനറ്റിക്സിലെ ഒരു 0.01% ഡിഫറൻസ് പോലും അല്ല. ഇത് അവർ മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ആയിരക്കണക്കിന് വർഷം അതേ സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിണമിക്കുന്നതാണ് ഈ വ്യത്യാസം, തൊലിപ്പുറത്തെ വ്യത്യാസങ്ങൾ. നമ്മൾ ഇപ്പോൾ യൂറോപ്പിൽ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. മനുഷ്യ ശരീരത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റിലെ UV റേസിൻ്റെ സഹായം വേണം. നമ്മളിപ്പോഴും ഈ UVയെ അൾട്രാവയലറ്റിനെ കുറ്റം പറയുമെങ്കിൽ അൾട്രാവയലറ്റ് ഇല്ലാതെ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല വെയിലാണ് ഇവിടെ.
ഇത്രയും വെയിൽ എന്ന് പറഞ്ഞാൽ UV റേസ് ഒരുപാട് കിട്ടും, ക്യാൻസറസ് ആണ്. അപ്പോൾ ആ UV റേസ് മൊത്തം ശരീരത്തിനകത്ത് പോകാത്ത രീതിയിൽ ഒരു മെക്കാനിസം നമുക്ക് ഇവോൾവ് ചെയ്ത് വന്നു. അതാണ് നമ്മുടെ മെലനിൻ എന്ന് പറയുന്നത്, സ്കിൻ കളർ. അപ്പോൾ ഈ കളർ വെച്ച് യൂറോപ്പിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, കാരണം മുഴുവൻ സൺലൈറ്റ് ബ്ലോക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ മെലനിൻ ലോസ് ആണ് സ്വാഭാവികമായിട്ട് വന്നത്. അപ്പം ഇതുപോലെയാണ് ഈ വ്യത്യാസങ്ങൾ. ഈ ആഫ്രിക്കക്കാർ കറുത്തിരിക്കുകയും ആഫ്രിക്കയിൽ നിന്ന് പോയി യൂറോപ്പിൽ വന്ന് യൂറോപ്യൻസായി മാറിയ ആൾക്കാർ വെളുത്തിരിക്കുകയും ചെയ്യുന്നത് ഈ കാരണം കൊണ്ടാണ്. അതൊക്കെ ആ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ്. ആ ജനറ്റിക് വ്യത്യാസം നമുക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യക്കാർ ബേസിക്കലി ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ഒന്നും അടിവറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നടന്നു പോകുന്ന വയറും പിറകെ പോകുന്ന ഉടമസ്ഥനും ആയിട്ട് ഇന്ത്യക്കാർ വണ്ണം വെക്കും. പക്ഷേ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മൊത്തത്തിലാണ് വണ്ണം വെക്കും. ശ്രദ്ധിച്ചില്ല, അവർക്ക് അങ്ങനെ വയറല്ല ഇറക്കും. അവരുടെ ഒബിസിറ്റി, ലോകത്ത് ഏറ്റവും കൂടുതൽ ഒബിസ് ആൾക്കാരുള്ളത് അമേരിക്കയിലാണ്. പക്ഷേ ഇങ്ങനെ തോന്നൂല നമുക്ക്. അത് ജനറ്റിക് ഡിഫറൻസ് ആണ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ജനറ്റിക് ഡിഫറൻസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ ചില രോഗങ്ങളോട് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ചില ആളുകൾ കൂടുതൽ സസെപ്റ്റബിൾ ആയിരിക്കും. ഇതെല്ലാം ഉള്ള ജനറ്റിക് ഡിഫറൻസസ് ആണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ജാതി വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഈ ഇന്റർബ്രീഡിങ് ഇല്ലാതെ വരുമ്പം ഈ സവിശേഷതകൾ, ഫിസിക്കലായിട്ടുള്ളത്, ബിഹേവിയർ ആയിട്ടുള്ള സവിശേഷതകൾ അവിടെ തന്നെ അങ്ങനെ ആ ഗ്രൂപ്പിനകത്ത് തന്നെ നിൽക്കും. കാരണം ഇവർ വേറെ ആരുമായിട്ട് ഇങ്ങനെ ചേരുന്നില്ല. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ രൂപവും ഒക്കെ നമ്മുടെ ജനറ്റിക്സ് ആണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് നമ്മൾ വളർന്ന സാഹചര്യത്തിൻ്റെ ഒരു കണ്ടീഷനിങ് ഉണ്ട്. നേച്ചർ വേഴ്സസ് നെർച്ചർ എന്ന് എപ്പോഴും പറയുന്നത്. രണ്ടും നമുക്ക് വേർതിരിക്കാനൊന്നും പറ്റത്തില്ല, ഏതാണ് നേച്ചർ ഏതാണ് നെർച്ചർ. പക്ഷേ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഈ നേച്ചർ പക്ഷേ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഈ ബ്രീഡ് ചെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ താവഴി എന്നാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അമ്മ വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനൊരു പിന്നിലൊരു സയൻസ് ഉണ്ട്. അതായത് 2 കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒറ്റ കോശമാണ് എല്ലാവരുടെയും തുടക്കം. അതായത് ഒരു സ്പേമും ഒരു എഗ്ഗും കൂടി ചേർന്ന് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത്. ഈ സൈഗോട്ടാണ് പിന്നെ എംബ്രിയോ ആയിട്ട് വളരുന്നത്. ആ ഒരു സെല്ല് വളർന്ന് കൂടുതൽ സെല്ലുകളായിട്ട് മാറുന്നു. അത് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പലതരം സെല്ലുകളായിട്ട് മാറുന്നു. അങ്ങനെയാണ് ജീവി വളരുന്നത്. അപ്പോൾ ഈ ആദ്യം കമ്പൈൻ ചെയ്യുന്ന 2 കോശങ്ങളിൽ 2നും 2 തരം പകുതി DNA ആണുള്ളത്, പകുതി ജനറ്റിക്സ് ആണുള്ളത്. ക്രോമസോമുകളുടെ ഓരോ ജോഡി വീതമാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സ്പേം ഉണ്ടാകുമ്പോൾ എൻ്റെ ജനിതകത്തിൻ്റെ പകുതിയാണ് അതിനകത്ത് ഉണ്ടാവുക, ക്രോമസോമുകളുടെ പകുതി. വേറൊരു സ്ത്രീയിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പകുതി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഒരു ഫുൾ ജനറ്റിക്സ്, ഒരു ക്രോമസോം സെറ്റ് കംപ്ലീറ്റ് ആകുന്നത്. ഇതിൽ നമ്മൾ DNA എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം സെല്ലിൻ്റെ ന്യൂക്ലിയസിലാണെന്ന് അറിയാം. നമ്മുടെ എല്ലാം ജീവകോശങ്ങളുടെ ഉള്ളിൽ ഒരു മർമ്മമാണ്. ഈ ന്യൂക്ലിയസിനകത്താണ് ഈ ക്രോമസോമുകൾ ഇരിക്കുന്നത്. ക്രോമസോമാണ് ബേസിക്കലി DNA കണ്ടെയ്ൻ ചെയ്യുന്നത്. പക്ഷേ ഈ കോശത്തിൽ വേറൊരു സ്ഥലത്തൂടെ DNA ഉണ്ട്. അത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന കോശത്തിൽ എനർജി ഉണ്ടാക്കുന്ന ഒരു പാർട്ടുണ്ട്. ഈ മൈറ്റോകോൺട്രിയ പണ്ടൊരു ഇൻഡിപെൻഡൻറ്റ് ജീവിയായിരുന്നു. ഈ ഒരു സെല്ലിനകത്ത് കയറി പറ്റിയപ്പോൾ ഇയാൾക്ക് എനർജി ഉണ്ടാക്കാനും അറിയാം, മറ്റേ സെല്ലിൻ്റെ പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ മറ്റേ ആൾക്ക് ഇനി എനർജി ഉണ്ടാക്കണ്ടേ, ഇവൻ എനർജി കിട്ടും. അപ്പോൾ ഇവർ തമ്മിലൊരു സഹകരണ സംഘം ഉണ്ടായതാണ് നമ്മൾ ഇന്ന് കാണുന്ന യൂക്കാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്ന കോംപ്ലക്സ് കോശത്തിനകത്തുള്ള മൈറ്റോകോൺട്രിയ. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ടൊരു ജീനുണ്ട്, mDNA, മൈറ്റോകോൺട്രിയൽ DNA എന്നാണ് വിളിക്കുന്നത്. ഈ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്പേം എഗ്ഗും ഫ്യൂസ് ചെയ്യുമ്പോൾ സ്പേമിൻ്റെ 1000 മടങ്ങാണ് എഗ്ഗ് വലിപ്പം. അപ്പോൾ ഈ എഗ്ഗിനകത്തേക്ക് സ്പേം ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പേമിനകത്ത് ഉള്ള DNA ഇത് ഈ മൈറ്റോകോൺട്രിയനകത്ത് കയറില്ല. മൈറ്റോകോൺട്രിയ ഒന്നോ രണ്ടൊക്കെ കാണുള്ളൂ, അത് ഇങ്ങനെ എത്തത്തില്ല. കാരണം സെല്ല് വലുതായതുകൊണ്ട് എഗ്ഗിനകത്താണ് മൈറ്റോകോൺട്രിയ ഉള്ളത്. അപ്പം ഈ ഫോം ചെയ്യുന്ന സെല്ലിൽ ഉള്ള മൈറ്റോകോൺട്രിയ അമ്മയുടെ എഗ്ഗാണ്, അല്ല അമ്മയുടെ മൈറ്റോകോൺട്രിയാണ്. അച്ഛൻ്റെ മൈറ്റോകോൺട്രിയ അതിനകത്തില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു മൈറ്റോകോൺട്രിയൽ DNA ഉണ്ടെങ്കിൽ അതെൻ്റെ അമ്മയുടെ തന്നെ ആവുള്ളൂ. അമ്മയുടെ ശരീരത്തിലുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് അമ്മയുടേതേ ആവുള്ളൂ, അമ്മയുടെ അച്ഛൻ്റെതാവില്ല. അമ്മയുടെ ഇരിക്കുന്നത് ആ അമ്മയുടെ തന്നെ ആയിരിക്കും. അതായത് ഈ അമ്മ വഴി ട്രേസ് ചെയ്യാൻ മൈറ്റോകോൺട്രിയൽ DNA എടുത്താൽ മതി. മറ്റത് മിക്സ് ആവുന്നുണ്ട്, മൈറ്റോകോൺട്രിയൽ DNA മിക്സ് ആവില്ല. ഇങ്ങനെയാണ് നമ്മൾ താവഴി അന്വേഷിക്കുന്നത്. ഈ അന്വേഷണത്തിലാണ് നമ്മൾ എവിടുന്ന് വരുന്നു, എത്ര % കലർന്നിട്ടുണ്ട്, എത്ര % കലരാതെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സയൻസിലൂടെ താവഴി അന്വേഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പിതൃത്വ തർക്കമൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം DNA പരിശോധനയ്ക്ക് പോകുമല്ലോ. DNA പരിശോധനയിൽ ഇന്ന് ആർക്കും തർക്കമില്ല. പക്ഷേ ഇതേ DNAയുടെ അടിസ്ഥാനത്തിലാണ് മൈഗ്രേഷനും മിക്സിങ്ങും ഒക്കെ പറയുമ്പോൾ അതിനകത്ത് ആൾക്കാർ തർക്കിക്കും. സയൻസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഇഷ്ടമുള്ളത് വെച്ചിട്ട് ബാക്കി അവിടെ വെക്കാൻ പറ്റില്ല, ഒറ്റ പാക്കേജാണ്. അപ്പം നമുക്കിന്ന് ജനറ്റിക്സിൻ്റെയൊക്കെ സഹായത്തോടെ നമുക്ക് നന്നായിട്ട് അറിയാം മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം വളരെ 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 സൂപ്പർഫിഷ്യലായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. നമ്മളെല്ലാവരും ഒരേ സ്ഥലത്ത്. ഇത് മാത്രമല്ല, ഞാനൊരു കോഴിയും തമ്മിൽ 60% ജനിതക സാമ്യമുണ്ട്. ഓക്കെ, ഒരു കൊച്ചുമായിട്ടും ഉണ്ടാവും ഏതാണ്ട് അത്ര ശതമാനം. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമെന്ന് തോന്നുന്നത് മനുഷ്യർക്ക് കുറച്ച് കോഗ്നിറ്റീവ് എബിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമ്മളെന്തോ
പരിണാമത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളായിട്ട് അല്ല, എല്ലാവരും പരിണാമത്തിന്റെ മുകളിൽ നിൽക്കുന്ന ജീവികളാണ്. ഇത് പല ബ്രാഞ്ചസ് ആണ്. ഓക്കെ, അവരെല്ലാം സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, പല രീതിയിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. നമുക്ക് പട്ടിയുടെ മണം പിടിക്കല് നമുക്ക് പറ്റത്തില്ല. പാറ്റ ജീവിക്കുന്ന പോലെ നമുക്ക് സർവൈവ്. പാറ്റ അന്റാർട്ടിക്കയിൽ ഒരു ജീവിക്കും, നമ്മൾ അതിനെ വില കുറച്ച്. അത് ഒരു പാറ്റയെ കൊല്ലാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ചു. പാറ്റ വളരെ ഹാർഡസ്റ്റ് സ്പീഷീസ് ആണ്. അപ്പോൾ അതെന്താ സക്സസ്ഫുൾ അല്ലേ? അതിന് വലിയ സ്കൈ സ്ക്രാപ്പറും AI ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് മോശം ചെയ്യുകയാണ്. പക്ഷെ നോക്കൂ, മനുഷ്യൻ ഉണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷം മുമ്പ് പാറ്റകൾ ഭൂമിയിലുണ്ട്. നമ്മളുണ്ടായിട്ട് 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളാണോ പാറ്റയാണോ കൂടുതൽ സക്സസ്ഫുൾ? പാറ്റയാണ്, നിസ്സംശയം പറ, പാറ്റയാണ് കൂടുതൽ സക്സസ്ഫുൾ. നമ്മുടെ സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുന്നതിന്റെ കുഴപ്പമാണ്. അപ്പോൾ DNA തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ തൊലിപ്പുറത്തെ വ്യത്യാസങ്ങൾ മാത്രമാണ് ശരിക്കും ഈ ജാതികൾ തമ്മിലുള്ളത്. പക്ഷെ ചില വ്യത്യാസങ്ങൾ പ്രിസർവ് ചെയ്യപ്പെടുന്നത് ഈ ഇടകലരാനുള്ള സാഹചര്യങ്ങളില്ല. ജാതി മാറി വിവാഹം കഴിക്കുന്നില്ല, പണ്ട് പോലെ അങ്ങനെയാണ്. അതിനകത്ത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അങ്ങനെയൊക്കെ നിർത്തിയിരുന്നതുകൊണ്ട് നമ്മുടെ ചരിത്രമാണ് ഈ ജാതികളെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മതങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മതങ്ങൾ എന്തുകൊണ്ടാണ് മിശ്ര വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത്? ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നമ്മളായിട്ട് സൃഷ്ടിച്ചെടുത്ത വ്യത്യാസങ്ങളാണ്. അതിലൊരു ചോദ്യം കൂടെ ഉള്ളത്, ഈ സ്പെസിമെൻ എടുക്കണമല്ലോ. നമുക്ക് ഈ ബയോടെക്നോളജി നടന്ന പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് സ്പെസിമെൻ കളക്ട് ചെയ്യുക? ഇന്ന ജാതിക്കാരാണെന്നുള്ളത് എനിക്ക് അതിന്റെ എക്സാക്ട് അവരെങ്ങനെ കളക്ട് ചെയ്യുന്ന അറിയില്ല. പക്ഷെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ എല്ലാവരുടെയും ഡെമോഗ്രാഫിക് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, അത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ തിരിച്ച് മ്യൂസിക്കിലേക്ക് പോയാൽ ഈ കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങളാണല്ലോ നമ്മൾ ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ ഇപ്പോൾ ആഫ്രിക്കൻസ് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ചിട്ടപ്പെടുത്തിയ സംഗീതത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കും. എന്തിനാ ഇപ്പോൾ നഞ്ചിയമ്മയ്ക്ക് ചിട്ടപ്പെടുത്തിയ സംഗീതത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ നഞ്ചിയമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവും. സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഹിന്ദുസ്ഥാനി പിന്നെ ഈ കർണാട്ടിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വലിയ ജാട കുറച്ചിലുണ്ട്. 2 വിഭാഗങ്ങളെ സംബന്ധിച്ച് ജാട കുറച്ചിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നും അല്ലാത്ത മ്യൂസിക് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടാകുന്ന സമൂഹങ്ങളിലൊക്കെ ഇത് ചിട്ടപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഉണ്ടായി വരും. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഈ ചിട്ടപ്പെടുത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോർമലൈസ് ചെയ്യലാണ്. ഫോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്തുള്ള സിദ്ധാന്തങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, സ്ട്രക്ചർ മനസ്സിലാക്കി പ്രയോഗിക്കുക. ഇത് മനസ്സിലാക്കാതെ പ്രയോഗിക്കാൻ കഴിയും നമുക്ക്. ഈ മ്യൂസിക് ആയാലും അങ്ങനത്തെ എല്ലാ സ്കില്ലുകൾക്കും ഒരു ജനറ്റിക് പാർട്ടുണ്ട്, നമ്മുടെ ഒരു ഇന്നേറ്റ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂസിക് ചെയ്യുമ്പോൾ, പാട്ട് പാടുകയോ ഒരു ഉപകരണം വായിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചില എബിലിറ്റീസ് ആവശ്യമാണ്. ആ എബിലിറ്റീസ് ജന്മന കിട്ടണമെന്നില്ല. ജന്മന കിട്ടിയാലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിന് വ്യക്തമായ പഠനങ്ങളുണ്ട്. ജന്മന കിട്ടിയാലും അതിനേക്കാൾ നന്നായിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റും. മസ്തിഷ്കത്തിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള പ്രത്യേകത നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ദൈവദത്തമായിട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും ഒരാളുടെ കഴിവിനെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അയാൾ ചെയ്യുന്നത് ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ യേശുദാസ് എന്ന് പറഞ്ഞൊരു ഗായകൻ, അദ്ദേഹം എല്ലായിടത്തും ദൈവകൃപയാൽ എന്നൊക്കെ പറയുമെങ്കിലും ഞാനത് അങ്ങനെയല്ല കരുതുന്നത്. അദ്ദേഹം അതിന് പിന്നിൽ നടത്തിയിരിക്കുന്ന അധ്വാനം, ഈ പ്രായത്തിലും തുടരുന്ന ആ എഫേർട്ടും പ്രാക്ടീസും അതിന് മുലകുറച്ചാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മോനെ ഒരാൾക്ക് ഒരു നന്നായിട്ട് പാടിയ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് അവാർഡ് കൊടുത്തിട്ട് മോനെ ദൈവദത്തമായ കഴിവാണെന്ന് പറയുന്നത് അവനെ ഇൻസൾട്ട് ചെയ്യുന്ന പറയണം. അവൻ എന്തോരം പഠിച്ചിട്ടായിരിക്കും ആ പാട്ട് പാടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഏരിയ. ഞാൻ പറഞ്ഞു, നമുക്ക് അയാൾക്ക് വേണ്ട സ്കില്ല് അത് ജന്മന കിട്ടുന്ന കുറച്ചൊക്കെ ജന്മന കിട്ടും. ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് ഇഫ് ടാലൻറ്റ് ഡസ് നോട്ട് വർക്ക് ഹാർഡ്. കഠിനാധ്വാനം നേരെ ടാലൻറ്റ് കുറച്ച് കിട്ടും. നമ്മൾ സ്റ്റേജിൽ കാണുന്ന ടാലൻ്റ് അല്ല, പെർഫോമൻസ് ആണ്. അത് എത്രത്തോളം അതിനകത്ത് ജന്മന കിട്ടിയതുകൊണ്ട് എത്രത്തോളം പഠിച്ചെടുത്താണെന്ന് അയാൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ മ്യൂസിക് ചെയ്യുമ്പോൾ, മ്യൂസിക് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട ചില സ്കില്ലുകൾ, ഒന്ന് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയണം. ശബ്ദത്തിന് പല ഗുണങ്ങളുണ്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്. അതിൽ ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ പിച്ചാണ്. അതായത് ശബ്ദം എത്രത്തോളം ഷാർപ്പാണ്, എത്രത്തോളം ഫ്ലാറ്റാണ്. ആ വാക്കാണ് പൊതുവെ ഉപയോഗിക്കാറില്ല. ശബ്ദത്തിൻ്റെ ഈ 2 സൗണ്ടും തമ്മിലുള്ളത് ശരിക്കും പിച്ച് വ്യത്യാസമാണ്. ഇത് ഒരാൾക്ക് എത്രത്തോളം ചെറിയ വ്യത്യാസം മനസ്സിലാവും. ചില ആളുകൾക്ക് ജന്മന തന്നെ ചെറിയ വ്യത്യാസം പിടികിട്ടും. ചില ആളുകൾക്ക് അത് ടോണൽ ഡെഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് ഈ പിച്ച് ഡിഫറൻസ് മനസ്സിലാവില്ല. ശബ്ദം മാത്രമേ പിടികിട്ടൂ. ശബ്ദം കേൾക്കും, പക്ഷെ അവർക്ക് ഈ പിച്ച് ഡിഫറൻസ് മനസ്സിലാവില്ല. നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒച്ചയാണ്. ഇത് തമ്മിൽ പിച്ച് വ്യത്യാസമുള്ളത്. ഇത് പിച്ച് വ്യത്യാസം ഇല്ല. അതായത് ശബ്ദത്തിലുള്ള അളവാണ് കൂടുതൽ. നമ്മൾ റേഡിയോയുടെ സൗണ്ട് കൂട്ടുന്നത് പോലെയാണ്. പിച്ച് മാറുന്ന അങ്ങനെയല്ല. അപ്പം ഈ ലെവൽ വ്യത്യാസമല്ല പിച്ച് ഡിഫറൻസ്. ഇനി ടാമ്പർ എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട്. ഒരേ പിച്ചാണെങ്കിൽ പോലും അതിങ്ങനെ ചുറ്റുമൊക്കെ തട്ടി പ്രതിഫലിച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് അതിൻ്റെ കുറേ ഓവർ ടോൺസ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യും. അപ്പോൾ അത് വേറൊരു സൗണ്ടായിട്ട്, വേറൊരു സ്വഭാവമാണ് ശബ്ദത്തിൻ്റെ. അതായത് ഇപ്പോൾ സാ എന്ന് നമ്മൾ പറയുന്ന ഒരു മ്യൂസിക്കൽ നോട്ട് ഒരു ഗിറ്റാറിൽ വായിക്കുന്നതും വീണയിൽ വായിക്കുന്നതും കേൾക്കാൻ വ്യത്യാസമാണ്. ഒരേ നോട്ടാണ്, അതിൻ്റെ ബേസിക് ഫ്രീക്വൻസി സെയിം ആണ്. പക്ഷെ ആ ഫ്രീക്വൻസിയിലേക്ക് വീണ ആഡ് ചെയ്യുന്ന ഓവർ ടോൺസും
ഗിറ്റാർ ആഡ് ചെയ്യുന്ന ഓവർ ടോൺസ് വ്യത്യാസമുണ്ട്. ഇത് വ്യത്യാസം കൊണ്ടാണ് അതിനാണ് നമ്മൾ ശബ്ദത്തിന്റെ ടാമ്പർ TIMBR ടാമ്പർ എന്നാണ് ഞാൻ വായിക്കുക. ഈ വ്യത്യാസമാണ് ഇൻസ്ട്രുമെന്റ്സിന് വ്യത്യാസമാക്കുന്നത്. ഇതേ വ്യത്യാസമാണ് ഒരു ഗായകൻ സാ എന്ന് പാടുമ്പോൾ ഉള്ള വ്യത്യാസം. യേശുദാസും വിധു പ്രതാപും ഒരേ സാ പാടുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നത് ഇവരുടെ രണ്ടുപേരുടെയും തൊണ്ട ഉണ്ടാക്കുന്ന ഓവർ ടോൺസ് വ്യത്യാസമാണ്. ഒരേ നോട്ടാണ്, രണ്ടുപേർക്ക് ഒരേ നോട്ട് പാടാൻ പറ്റില്ലെങ്കിൽ പിച്ച് ഔട്ടാന്ന് പറയും. ഒരേ നോട്ടാണ് പാടുന്നത്, പക്ഷെ ഈ വ്യത്യാസം, ഇത് സൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി. ഇത് തിരിച്ചറിയാനും ഇത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ. പിന്നെ ഏറ്റവും പ്രധാനം റിതം, അതായത് അത് സമയത്തിന്റെ കണക്കാണ്. നിങ്ങൾ സമയം ഇപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ടപ്പ് ടപ്പിന് ഇടയ്ക്കുള്ള ഇൻ്റർവെല് ഈക്വലാണോ, ഈക്വലായിട്ട് നിർത്തി അടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ. അത് ഇങ്ങനെ അടിക്കുമ്പോൾ എല്ലാവരും അടിച്ചാൽ ഒരേ സ്പീഡിൽ അടിക്കാൻ പറ്റണമെന്നില്ല. ആ റിതം പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ സമയത്തെക്കുറിച്ച് ഐഡിയ വേണം. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ വലം കൈയായിട്ടുള്ള ആൾക്കാർ, റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഗിറ്റാർ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഏത് കൈയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കൈയാണ് പണിയെടുക്കുന്നത്. പക്ഷേ വലം കൈ ആണെങ്കിൽ ഈ കൈ അല്ലേ കൂടുതൽ പണി ഏൽപ്പിക്കേണ്ടത്, ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൈ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ, ഇതാണ് പണിയെടുക്കുന്നത്. വലം കൈയുള്ള ഒരാൾ വയലിൻ വായിക്കുമ്പോഴും പണി കൂടുതലെടുക്കുന്ന ഈ കൈയാണ്. ഇത് വെറുതെ ബോയിനാക്കുന്നത്. ക്രിട്ടിക്കൽ സ്കിൽ എന്ന് പറഞ്ഞ ടൈമാണ്. ഇത് ഏത് ഇൻ്റർവെൽ അടിക്കുന്നു എന്നുള്ളത് വലം കൈയുള്ള ആൾക്ക് വലത്തെ കൈ വെച്ച് ചെയ്യാനാണ് എളുപ്പം. അതുകൊണ്ടാണ് പണി കാണുമ്പോൾ അധ്വാനം കുറവാണെങ്കിലും സ്കില്ല് കൂടുതലും പ്രിസിഷൻ കൂടുതലും വേണ്ടത് വലത്തെ കൈ ചെയ്യുക. ഈ കൈ വെച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇടം കൈ ഗിറ്റാർ വായിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ വെച്ചാണ് അവർ കട്ടുക. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടൈമിങ് കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ ഈ അഭിനേതാക്കളെ കുറിച്ചും പറയുമല്ലോ, ടൈമിങ്. മറ്റേ ആളെ പറഞ്ഞു നിർത്തി നേരത്തെ പറഞ്ഞാൽ ഓവറായി പോവും, ലാഗ് വന്നു കഴിഞ്ഞാൽ ഓവറായി പോവും, തെറ്റുക. ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. ഇത് ഒരു സ്കില്ലാണ്. അപ്പോൾ മ്യൂസിക്കിന് ഇതാണ് സ്കില്ലെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങളുടെ സ്കില്ല് വേറെയാണ്. ബോളിനെ നിങ്ങൾക്ക് പൊസിഷൻ ക്രിക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബാറ്റ്സ്മാനും ബോൾ കണ്ടടിക്കുന്നില്ല. അപ്പുറത്തെ സ്റ്റമ്പിനോട് നിന്ന് ബോൾ ഇങ്ങോട്ട് വരുമല്ലോ. ബോളറുടെ കയ്യിൽ നിന്ന് ബോൾ റിലീസായി കഴിഞ്ഞാൽ നല്ല സ്പീഡിലായി ബോൾ വരുന്നു. ഇയാൾക്ക് ഇത്ര അടുത്ത് വരുമ്പോൾ ബ്രെയിൻ ഇത് കണ്ട് ഇത് ബോൾ ഇവിടെ എത്തി അടിക്കണമെന്ന് പറയുന്ന സമയത്ത് ബോളങ്ങ് പോകും. കുറച്ച് നേരത്തെ തന്നെ ബോൾ ഇവിടെ വരുമെന്ന് മനസ്സിലാക്കി വീശി അടിക്കുകയാണ് ചെയ്യുന്നത്. ബോൾ അടിക്കുന്ന സമയത്ത് ബോളിനെ കാണുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ തെറ്റിയാൽ ബോൾ പോകും. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഈ ബോളിൻ്റെ സ്പീഡ് അത് ഏത് ആംഗിളിലാണ് വരുന്നത്, ആംഗിളൊന്നും അളക്കാനൊന്നും അറിയണമെന്നില്ല. പക്ഷേ ഇതിനൊരു ഫീൽ ഉണ്ട് ഉള്ളിൽ, ഇൻസൈറ്റ്. അതനുസരിച്ചിട്ട് മെൻ്റൽ മാപ്പ് ഓഫ് ദ പിച്ച് ഉണ്ട്. ഫീൽഡേഴ്സ് എവിടെക്കാണ് നിൽക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ സച്ചിനെ കളിക്കുമ്പോൾ അവർ ഈ ഗ്യാലറി ശ്രദ്ധിക്കത്തേ ഇല്ലല്ലോ. ഇങ്ങനൊരു നോട്ടം നോക്കും, ഒരു മാപ്പ് ഉണ്ടാക്കി വെക്കുന്നതാണ്. പിന്നെ അവർ കടിക്കുമ്പം നമ്മൾ ഗ്യാലറിയിൽ ഇരുന്ന ആൾക്കാർ ഒച്ച ഉണ്ടാക്കുകയും കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ കാൽക്കുലേഷൻ എല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു അത് വേറൊരു തരം എബിലിറ്റീസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം മ്യൂസിക്കിനും ഇങ്ങനെ കുറേ എബിലിറ്റീസാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം അതിനെ നമുക്ക് ഇന്നേറ്റായിട്ട് ചെയ്യുന്നത് ഇതാണ് സ്വരം അല്ല ഇതാണ് താളം എന്നൊന്നും വിളിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ചിലപ്പോൾ ഇത് അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ നഞ്ചിയമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. നഞ്ചിയമ്മയുടെ സ്വരശുദ്ധി എന്ന് പറയുന്നത് അവർ പിച്ചിനെ പിടിച്ചു നിർത്തുന്ന കഴിവെന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് സിംഗേഴ്സിനെ അത്ഭുതപ്പെടുന്ന തരത്തിലാണ്. അവർ പാട്ട് പിച്ച് നിർത്തി സസ്റ്റെയിൻ ചെയ്തൊന്നും പാടി പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതവരുടെ ഇന്നേറ്റ് കഴിവാണ്. പക്ഷെ അവർ പാടി ചിലപ്പോൾ അവർക്ക് ആ ഒരു നേക്ക് പിടിയിട്ടിട്ടുണ്ടാവാം, അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അത് പിച്ചാണ് അവർക്ക് നിർത്തുന്നതെന്നോ അവർ ഈ റിതമാണ് ഫോളോ ചെയ്യുന്നതെന്നൊന്നും പറയാൻ ചിലപ്പോൾ അവർക്കില്ല. പക്ഷേ നമുക്കത് അങ്ങനെ വിളിക്കണമെന്നില്ലല്ലോ. അത്രയും കാര്യങ്ങൾ പാലിക്കപ്പെട്ടാൽ അത് മ്യൂസിക്കലാവും. അത് എത്രത്തോളം കൃത്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ മ്യൂസിക്കിന്റെ ക്വാളിറ്റി വിടും. അപ്പോൾ അതുകൊണ്ട് ഈ നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ശുദ്ധ സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ. ശരിക്കും അസ്ഥാനത്തുള്ള വിവാദങ്ങളാണ്. നിങ്ങളതിനെ എന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല, അവർ പാടുന്നത് പോലെ പിച്ച് നിർത്തി പാടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അതാണ് ചോദിക്കുന്നത്. അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ശുദ്ധ സംഗീതം. എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യാം. ഇത് അക്ഷരം സെയിമാണ്, പക്ഷെ എല്ലാ അക്ഷരവും ഒരേ പിച്ച് പാടാൻ പറ്റില്ല. ഫ്രീക്വൻസി മാറ്റണം. ഇത് മാറ്റുന്നതും അടുത്ത ഒരു ഇതിൽ നിന്ന് അടുത്ത നോട്ടിലേക്ക് വരുന്നതിനുള്ള സമയ വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോയി കഴിഞ്ഞാൽ അത് മ്യൂസിക്കിലാവും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.